നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ഹിന്ദുത്വം ലോകത്തിലെ ഏറ്റവും പൗരാണികമായ സാംസ്കാരിക ശരിയാണെന്ന് സീമ ജാഗരൺ മഞ്ച് ദേശീയ സംരക്ഷക് എ ഗോപാലകൃഷ്ണൻ. ചെയർപൈറ്റിഐ തെരഞ്ഞെടുപ്പിൽ ചെയർപൈറ്റിഐയിൽ മുഴുവൻ SFIക്ക് വൻ വിജയം. മത്സരിച്ച മുഴുവൻ സീറ്റിലും SFI വിജയിച്ചു. പെരുമ്പളിശ്ശേരി ചങ്ങരയിൽ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹത്തിന്റെ ഭാഗമായി 5ാം ദിവസം നടന്ന രുക്മിണി സ്വയംവര ഘോഷയാത്ര ഭക്തി നിർഭരമായി. വാർത്തകൾ വിശദമായി. ഹിന്ദുത്വം ലോകത്തിലെ ഏറ്റവും പൗരാണികമായ സാംസ്കാരിക ശരിയാണെന്ന് സീമ ജാഗരൺ മഞ്ച് ദേശീയ സംരക്ഷക് എ ഗോപാലകൃഷ്ണൻ. സനാതന ധർമ്മ പരിഷത്ത് സംഘടിപ്പിക്കുന്ന സ്വാമി മൃഡാനന്ദ ജന്മശതാബ്ദി സ്മാരക 9ാമത് ആറാട്ടുപുഴ ഹിന്ദുമത സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ ഹിന്ദു സമാജം നമുക്ക് ചുറ്റുമുള്ള മറ്റ് സംഘടിത മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാമൂഹ്യ ഘടനയിലാണ് നിലനിൽക്കുന്നത്. മറ്റ് സംഘടിത മതങ്ങളെക്കാൾ വളരെ പൗരാണികമായ പാരമ്പര്യം നമ്മുടെ ഹിന്ദു ധർമ്മത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പക്ഷേ ആധുനിക കാലത്തെ സാമ്രാജ്യത്വവുമായും അധികാരവുമായും ബന്ധപ്പെട്ട മേധാവിത്വം പിടിച്ചെടുക്കുന്നതിന് പരിശ്രമിക്കുന്ന മതങ്ങളുടെ ശൈലികളോട് ഏറ്റുമുട്ടുമ്പോൾ ഹിന്ദു സമാജത്തിനും ഹിന്ദു ധർമ്മത്തിനും വളരെയധികം അപജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അത്തരം അപജയങ്ങളെല്ലാം ഇടയ്ക്കിടെ വന്നാലും നാം എല്ലാം ജനിച്ച ധർമ്മം സനാതന ധർമ്മമായതുകൊണ്ട് ഈ അപജയങ്ങളെ അതിജീവിച്ച് സനാതനമായി ഈ ധർമ്മത്തെ നിലനിർത്തുന്നതിനുള്ള പല പരിശ്രമങ്ങളും നമ്മുടെ ഭാരതവർഷത്തിൽ ഉണ്ടായിട്ടുണ്ട്. പലതുകൊണ്ടും പെരുമ പലതുകൊണ്ടും ഒരു നാട്ടിലെ പഴയകാലത്തെ മുൻകാലത്തെ ഈ ഗ്രാമത്തിൻ്റെ മുഴുവൻ ഭരണചക്രം തിരിച്ചിരുന്നത് പെരുവനത്ത് നിന്നായിരുന്നു. വളരെ സൂക്ഷ്മമായി ഭരണയന്ത്രം കൈയാളിയിരുന്ന വിഭാഗം അവിടെ ഉണ്ടായിരുന്നു. എല്ലാം കൊണ്ടും നമ്മുടെ പൈതൃകം ഉറങ്ങിക്കിടക്കുന്ന ഒരു മണ്ണാണ് ആറാട്ടുപുഴ. അതുകൊണ്ട് നമ്മൾ ഉയർത്തെഴുന്നേൽക്കുന്നതും ശാക്തീകരിക്കുന്നതും നമ്മുടെ പൈതൃകത്തിൻ്റെ വേരുകളിൽ നിന്ന് തന്നെ ആകണം എന്നായിരുന്നു നമ്മൾ ആഗ്രഹിച്ചത്. അത് ഏറ്റവും പറ്റിയ മണ്ണാണ്, നമ്മുടെ പൂർവികർ ഒരുക്കി വെച്ച മണ്ണാണ് ഈ ആറാട്ടുപുഴ. അതുകൊണ്ട് ആറാട്ടുപുഴയിൽ ഹിന്ദു മഹാസമ്മേളനം ഉണ്ടാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയും അതെന്തിനു വേണ്ടി ആകണം എന്ന് തീരുമാനിച്ചപ്പോൾ നമ്മൾ ചിന്തിച്ചത് എല്ലാത്തിൻ്റെയും അടിസ്ഥാന കാരണം, എല്ലാ വികസനത്തിൻ്റെയും അടിസ്ഥാന സ്വഭാവം, അടിസ്ഥാന പ്രമാണം, എല്ലാ ദൗർബല്യങ്ങളുടെയും പരിഹാരത്തിന് വേണ്ടി അടിസ്ഥാനപരമായി നാം ആഗ്രഹിക്കേണ്ടത്, നാം ആരാധിക്കേണ്ടത്, നാം സ്വായത്തമാക്കേണ്ടത് ശക്തിയുടെ പരിവേഷമാണ്. ബ്രഹ്മയോഗികൾ മുതൽ മുണ്ടനെയും മാടനെയും ആരാധിക്കുന്നവർ വരെ ഉൾപ്പെടുന്നതാണ് ഹിന്ദു സമാജം.
ഈ സമാജത്തെ സംരക്ഷിക്കേണ്ടത് നാടിന്റെ കടമയാണ്. മതപരിവർത്തന കെണികളിൽ നിന്ന് പുതുതലമുറയെ കാത്തുരക്ഷിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ആത്മാനന്ദ സ്വാമികൾ ഭദ്രദീപം തെളിയിച്ചു. സ്വാഗത സംഘം ജനറൽ കൺവീനർ സ്വാമി തേജസ്വരൂപാനന്ദ സരസ്വതി അധ്യക്ഷത വഹിച്ചു. KP കൊച്ചുകൃഷ്ണ ഗണകൻ സ്മാരക സംസ്കൃത സേവാ പുരസ്കാരം പുത്തഞ്ചിറ ഗവൺമെന്റ് UP സ്കൂൾ അധ്യാപകൻ കിരൺ കുമാറിന് സമ്മാനിച്ചു. വൈകിട്ട് നടന്ന സഭകളിൽ ക്രമബദ്ധമായ സനാതന മൂല്യങ്ങൾ സങ്കല്പങ്ങൾ എന്ന വിഷയത്തിൽ മാത്തൂർ ശ്രീ ശങ്കര അദ്വൈതാശ്രമം കാര്യദർശി ദേവാനന്ദപുരി സ്വാമികളും കാലിക പ്രസക്തമായ ഗീതാ സന്ദേശം എന്ന വിഷയത്തിൽ OS സതീഷും പ്രഭാഷണം നടത്തി. ഞായറാഴ്ച നടക്കുന്ന സഭകളിൽ സുരേഷ് ബാബു കിള്ളിക്കുറിശിമംഗലം, ആചാര്യ MR രാജേഷ് എന്നിവർ പങ്കെടുക്കും. വൈകിട്ട് ബ്രഹ്മസ്വരൂപാനന്ദ സ്വാമികളും തുടർന്ന് നടക്കുന്ന ഹിന്ദു ഏകതാ സംഗമത്തിൽ RSS ദക്ഷിണ ക്ഷേത്ര സഹബൗദ്ധിക് പ്രമുഖ KP രാധാകൃഷ്ണനും സംസാരിക്കും. ചേർപ്പ് ITI തെരഞ്ഞെടുപ്പിൽ ചേർപ്പ് ITIയിൽ മുഴുവൻ SFIക്ക് വൻ വിജയം. മത്സരിച്ച മുഴുവൻ സീറ്റിലും SFI വിജയിച്ചു. ABVP KSU സംഘടനകളുമായി ചേർന്ന AISF പാനലിലാണ് മത്സരിച്ചത്. എന്നിട്ടും SFIയെ പരാജയപ്പെടുത്താനായില്ല. ചെയർമാൻ സ്ഥാനത്തേക്ക് റസ്വിൻ കെ റെന്നി, ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മുഹമ്മദ് അദിനാൻ, സ്പോർട്സ് വിഭാഗം ക്യാപ്റ്റനായി ബിജിത്ത്, കൾച്ചറൽ അഫയേഴ്സ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അനാമിക എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു. മാഗസിൻ എഡിറ്ററായി ആര്യദേവിയും കൌൺസിലറായി കൃഷ്ണേന്ദുവും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. പെരുമ്പളിശ്ശേരി ചങ്ങരയിൽ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹത്തിന്റെ ഭാഗമായി 5ാം ദിവസം നടന്ന രുക്മിണി സ്വയംവര ഘോഷയാത്ര ഭക്തി നിർഭരമായി. ചടങ്ങുകൾക്ക് യജ്ഞാചാര്യൻ കണ്ണർ പയ്യന്നൂർ പെരികമന ശ്രീനാഥ് നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. മൂകാംബിക മഠം മുരളീകൃഷ്ണൻ, പൂങ്കുന്നം രാമദാസ് അയ്യർ എന്നിവർ സഹ ആചാര്യന്മാരായി. ക്ഷേത്രം പ്രസിഡന്റ് M രാമചന്ദ്രൻ, സെക്രട്ടറി TN ബാലൻ, പ്രവീൺ ആഞ്ചേരി, KS രാമദാസ്, A രാമചന്ദ്രൻ, മുരളി ആഞ്ചേരി, MS ശ്രീകുമാർ, ഉഷാ വേണു, രത്നം മുരളി, ദാക്ഷായണി ഗോപി, അനിത പ്രദീപ്, സ്വപ്ന ഭാഗ്യൻ എന്നിവർ നേതൃത്വം നൽകി. ചടങ്ങിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. നിർമ്മാണം പൂർത്തിയാക്കി വെഞ്ചിരിച്ച് പ്രതിഷ്ഠിച്ച തലൂർ ഉണ്ണിമിശിഹ ഇടവക പള്ളിയുടെ ഉദ്ഘാടനവും ജൂബിലി വർഷാരംഭവും ഞായറാഴ്ച നടക്കും. 1977 ജനുവരി 23 മാർ ജോസഫ് കുണ്ടുകുളം പിതാവാണ് പള്ളി സ്ഥാപിച്ചത്. ഞായറാഴ്ച വൈകിട്ട് 5 തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് വിശുദ്ധ കുർബാന അർപ്പിക്കുമെന്ന് ഇടവക വികാരി ഫാദർ ജോഷി വെണ്ണാട്ടുപറമ്പിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ വർഷം 2026 തലൂർ ഇടവകയുടെ സുവർണ ജൂബിലി വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 1977 ജനുവരി 23 ഈ ഇടവക തലൂർ സ്ഥാപിക്കപ്പെട്ടത്. അന്ന് തലൂർ സെൻറ്റർ വരെ ഒല്ലൂർ ഇടവകയുടെയും അതുപോലെ വടക്കേ വശം തലൂർ സെൻറ്ററിൻ്റെ വടക്കേ വശം പുതുക്കാട് ഇടവകയുടെയും ഭാഗമായിരുന്നു. ഒരു 100 വർഷമായി അവിടെ CMI ആശ്രമം അതുപോലെ സ്കൂളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് പുതിയ ഇടവക അവിടെ സ്ഥാപിക്കുമ്പോൾ ഇടവയ്ക്ക് സ്വന്തമായിട്ട് സ്ഥലം അല്ലെങ്കിൽ സ്ഥലമൊന്നും ഇല്ലാതിരുന്നുകൊണ്ട്, കുരിശുപള്ളി ഒന്നും ഇല്ലാതിരുന്നുകൊണ്ട് ഈ ആശ്രമത്തിൻ്റെ ദേവാലയമാണ് ഇടവക പള്ളിയായിട്ട് ഉപയോഗിച്ചു പോകുന്നത്. അവരും തമ്മിലായിട്ടുള്ളൊരു എഗ്രിമെൻറ്റിൽ. അങ്ങനെ അതൊരു 33 കൊല്ലം ആ വിധത്തിൽ മുന്നോട്ട് പോയി. പിന്നീടാണ് അന്ന് ഇടവക സ്ഥാപിക്കുമ്പോൾ 256 വീടുണ്ടായുള്ളൂ. അതൊരു 1000-ൽ പരം വീടുകളായപ്പോൾ ആശ്രമത്തിൻ്റെ ചെറിയ ദേവാലയം അല്ലെങ്കിൽ കപ്പേള ഇടവക ജനങ്ങൾക്ക് കൊള്ളാത്ത അല്ലെങ്കിൽ അവർ അവിടെ തിരുകർമ്മങ്ങൾക്ക് അവിടെ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു അവസ്ഥ വന്നപ്പോൾ പുതിയ ദേവാലയം പണിയണം എന്നുള്ള ചിന്തയും തീരുമാനമൊക്കെ വരികയാണ്. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം 6 മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം ആർച്ച് ബിഷപ്പ് ഉദ്ഘാടനം ചെയ്യും. റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ ജൂബിലി വർഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. KK രാമചന്ദ്രൻ MLA മുഖ്യാതിഥിയാകുന്ന ചടങ്ങിൽ ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ കമാൻഡന്റ് P വാഹിദ പള്ളിയുടെ പ്രതിഷ്ഠയോടനുബന്ധിച്ചുള്ള സോവനീർ പ്രകാശനം ചെയ്യും. നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VT വിജയലക്ഷ്മി, ഒല്ലൂർ സെയിന്റ് ആന്റണീസ് ഫൊറോന പള്ളി വികാരി ഫാദർ വർഗീസ് കുത്തൂർ, തലൂർ ഇടവക പ്രഥമ വികാരി ഫാദർ ബാബു പാണാട്ടുപറമ്പിൽ, ദേവമാത പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ഫാദർ ജോസ്
മാന്തിക്കര തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. പള്ളിയുടെ നിർമ്മാണ കമ്മിറ്റി കൺവീനർമാർ, മുൻ കൈക്കാരന്മാർ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിക്കുമെന്നും ഇടവക വികാരി ഫാദർ ജോഷി വെണ്ണാട്ടുപറമ്പിൽ അറിയിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ബ്രിൽവിൻ ഒലക്കെങ്കിൽ, സണ്ണി കാഞ്ഞാണി, ബാബുദാസ് തരകൻ, കൈക്കാരന്മാരായ റിഫിൻ കുന്നത്ത, ലിക്സൺ പെരിഞ്ചേരി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അഖില കേരള ബാലജനസഖ്യം തൃശൂർ യൂണിയൻ പ്രതിഭാ സംഗമവും ശാസ്ത്രവിജ്ഞാന ക്ലാസും ചേർപ്പിൽ നടന്നു. റിട്ടയർഡ് പ്രൊഫസറും ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ CV കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്രവിജ്ഞാന ലോകത്തെക്കുറിച്ച് ഡോക്ടർ CV കൃഷ്ണൻ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. സഖ്യം തൃശൂർ മേഖല യൂണിയൻ തലങ്ങളിൽ സർഗോത്സവം, സാഹിത്യോത്സവം മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. തൃശൂർ യൂണിയൻ സഹരക്ഷാധികാരി TT പോൾ അധ്യക്ഷത വഹിച്ചു. KB പ്രമോദ, PK ഉണ്ണികൃഷ്ണൻ, KB പ്രസാദ്, ജോസഫ് ആന്റണി എന്നിവർ സംസാരിച്ചു. ഡോക്ടർ CV കൃഷ്ണനെ ചടങ്ങിൽ ആദരിച്ചു. ഈ വർഷത്തെ കളിമണ്ഡലം പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. സംവിധായകനും ചിത്രകാരനുമായ അമ്പിളിക്ക് കളിമണ്ഡലം പുരസ്കാരം സമ്മാനിക്കും. കളിമണ്ഡലം ചെയർമാൻ EB സദാനന്ദൻ, ജനറൽ സെക്രട്ടറി K ദിനേശ് രാജ എന്നിവർ തൃപ്രയാറിൽ നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് പുരസ്കാര വിജയികളെ പ്രഖ്യാപിച്ചത്. ഗുരുദേവ പുരസ്കാരത്തിനായി തബലിസ്റ്റ് അജയ് ഘോഷിനെ തെരഞ്ഞെടുത്തു. തൃശൂർ എഴുത്തുകൂട്ടം സാഹിത്യ കൂട്ടായ്മ പ്രസിഡന്റ് ശശി കളരിയേലിന് അക്ഷര പുരസ്കാരം സമ്മാനിക്കും. കളിമണ്ഡലം കഥകളി ആസ്വാദക കൂട്ടായ്മയുടെ 18ാം വാർഷികവും ഗുരു ആശാൻ മണ്ഡലത്തിന്റെ 2ാം വാർഷികവും ആഘോഷിക്കുന്ന തിങ്കളാഴ്ച പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. രാവിലെ 9:30 വലപ്പാട് വാലൻകുളത്തിന് സമീപത്ത് പുഷ്പാർച്ചനയോടെ ചടങ്ങിന് തുടക്കമാകും. തുടർന്ന് വലപ്പാട് എങ്ങൂർ ക്ഷേത്രം ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ കഥകളി നടനും ഗുരുദേവ ആട്ടക്കഥ രചയിതാവുമായ കലാമണ്ഡലം ഗണേശൻ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യും. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മോഹനൻ അധ്യക്ഷനാകും. മണപ്പുറം ഫിനാൻസ് മാനേജിംഗ് ഡയറക്ടർ VP നന്ദകുമാർ കളിമണ്ഡലം പുരസ്കാര സമർപ്പണം നിർവഹിക്കും. ഗുരുദേവ അക്ഷര പുരസ്കാരങ്ങൾ കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ വിതരണം ചെയ്യും. വിവിധ മേഖലകളിൽ പ്രതിഭ തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിക്കും. തുടർന്ന് രാവിലെ 10:30 തിരുവാതിരക്കളി, ഗുരുദേവ മഹാത്മ്യം, കഥകളിയിലെ വിവിധ ഭാഗങ്ങളിലുള്ള പദങ്ങളും ചലച്ചിത്രഗാനങ്ങളും ഉൾക്കൊള്ളിച്ച് കലാമണ്ഡലം സുധീഷ്, കലാമണ്ഡലം ശ്രീകുമാർ എന്നിവർ അവതരിപ്പിക്കുന്ന സംഗീത സമന്വയം എന്നിവ അരങ്ങേറും. ഉച്ചയ്ക്ക് 12:00 കവിയരങ്ങ് നടക്കും. തുടർന്ന് എങ്ങൂരമ്മ EB രാജു സ്മരണാഞ്ജലി സദ്യയും വിതരണം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. കളിമണ്ഡലം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. കളിമണ്ഡലത്തിൻ്റെ 18 വർഷമായിട്ട് നമ്മളിത് വളരെ ഭംഗിയിൽ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ 18ാം വാർഷികം ഈ അടുത്ത ഒരു 10 അന്ന് ജനുവരി 26-ാം തീയതി വലപ്പാട് ഏങ്ങൂര് ക്ഷേത്ര ഹാളിൽ വെച്ചിട്ടാണ് പരിപാടി നടത്തിയത്. ഇതിൻ്റെ ഈ പ്രോഗ്രാം മുഖ്യാതിഥി VP നന്ദകുമാർ ഇവിടുത്തെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വർഷം തോറും നടത്തിവരുന്ന കളിമണ്ഡലം പുരസ്കാരം കേരളത്തിന് വളരെ പ്രശസ്തമായതാണ്. ഈ കളിമണ്ഡലം പുരസ്കാരം ഈ വർഷം നമ്മൾ സിനിമാ മേഖലയിൽ ഡയറക്ടർ അമ്പിളിക്കാണ് കൊടുക്കുന്നത്. പല നമ്മളെ അപേക്ഷിച്ച് നമുക്ക് അപ്പുറത്ത് വളരെ വലിയ പ്രശസ്തമായ ചിത്രകാരനാണ് അമ്പിളിക്കാരൻ. സിനിമയിൽ പൊതുവെ എല്ലാവരും അറിയുന്നതിലൂടെ ചിത്രകാരനും കൂടി കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ അമ്പിളിക്ക് ഈ വർഷത്തെ അവാർഡ് പുരസ്കാരം കൊടുക്കുന്നത്. കിഷോർ കണാറ, ബീന സദാനന്ദൻ, സെക്രട്ടറി KG കൃഷ്ണകുമാർ, ട്രഷറർ KR മധു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വരന്തരപ്പള്ളി വിവേകാനന്ദ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ രക്ഷിതാക്കൾക്കായി പ്രത്യേക ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. തൊഴിലവസരങ്ങളും ഇന്റർനെറ്റും എന്ന വിഷയത്തിലായിരുന്നു ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. ആധുനിക കാലഘട്ടത്തിൽ വർദ്ധിച്ചുവരുന്ന വ്യത്യസ്ത തൊഴിലവസരങ്ങളിൽ സ്വന്തം താൽപര്യത്തിനനുസരിച്ച് കുട്ടികൾക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യം രക്ഷിതാക്കളും അധ്യാപകരും സൃഷ്ടിക്കണമെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ദേവിക നായർ പറഞ്ഞു. അതായത് നീ ഡോക്ടർ ആയാൽ മതി, എനിക്ക് അതാണ് താല്പര്യം, ഞാൻ അങ്ങനെ ആയില്ല, അതുകൊണ്ട് നീ അങ്ങനെ ആവണം, എനിക്ക് സർക്കാർ ജോലി താല്പര്യമായിരുന്നു, എനിക്ക് കിട്ടിയില്ല, നീ അത് എനിക്ക് വേണ്ടി അത് എഴുതണം, നീ അതിനു വേണ്ടി ശ്രമിക്കണം എന്നുള്ള ഒരു ഫോഴ്സ് നിങ്ങൾ ഒരിക്കലും ആ കുട്ടിയുടെ മുകളിൽ വെക്കരുത്. കാരണം ആ കുട്ടിക്ക് ഇപ്പൊ നേരത്തെ പ്രിൻസിപ്പൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ കുട്ടി നിങ്ങളോട് മാത്രമല്ല ഇന്ററാക്ട് ചെയ്യുന്നത്, അവർ ഇന്ററാക്ട് ചെയ്യുന്ന കുറെ ആൾക്കാരിൽ ഒരു മെയിൻ ആൾ മാത്രമാണ് നിങ്ങളുണ്ട്, അധ്യാപകരുണ്ട്, കൂട്ടുകാരുണ്ട്. അതുപോലെ തന്നെ ഈ ഇന്റർനെറ്റ് വഴി അവർക്ക് വലിയൊരു ലോകവും വലിയൊരു സാധ്യതയും
ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും അവരുടെ മുന്നിലുണ്ട്. അവര് പഠിക്കണം, അവര് ജോലി ചെയ്യണം. ജോലി ചെയ്താൽ മാത്രം പോരാ, സ്വയം പ്രാപ്തരായി കഴിഞ്ഞിട്ടേ പിന്നെ വേറെ ഒരു അടുത്ത സ്റ്റെപ്പിലേക്ക് എത്തിക്കാവൂ എന്നുള്ളത് ഒരുപാട് മേഖലകളുണ്ട്. ഇന്ന കാര്യം മാത്രം അവരുടെ അടുത്ത് ഫോഴ്സ് ചെയ്യരുത്. അതായത് ഡോക്ടർ ആയാൽ മതി, എഞ്ചിനീയർ ആയാൽ മതി, അഡ്വക്കേറ്റ് ആയാൽ മതി, ഇതിന് എന്താ പറയാ നാട്ടിൽ അറിയാത്ത ജോലിയാണ് അതുകൊണ്ട് നീ ഇത് ചെയ്യണ്ട, ഇങ്ങനൊരു ജോലി ഞങ്ങൾ ആരും കേട്ടിട്ടില്ല അതുകൊണ്ട് നീ ചെയ്യണ്ട എന്നുള്ള കാര്യങ്ങൾ പറയാതെ ആ മേഖലയിലെ മികച്ച ആൾക്കാരെ കണ്ടെത്തുക, അവരുടെ അടുത്ത് ആ കുട്ടിക്ക് സംസാരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. ഇന്റർനെറ്റ് നന്നായി ഉപയോഗിക്കാനും പഠിക്കുക. അത് നിങ്ങളും പഠിക്കുക. ഇന്റർനെറ്റ് ഒരു വില്ലനല്ല. കാരണം അത് മാറി നിൽക്കാതെ എങ്ങനെ അത് മികച്ച രീതിയിൽ കുട്ടികളിലേക്ക് എത്തിക്കാം എന്നുള്ളത് നിങ്ങളും പഠിക്കുക. കുട്ടികളിലെ ഒഴിവാക്കാനാകാത്ത ഇന്റർനെറ്റ് ഉപയോഗം കാര്യക്ഷമമായി വഴിതിരിച്ചുവിടുന്നത് അത്യന്താപേക്ഷിതമാണെന്നും അവർ രക്ഷിതാക്കളെ ഓർമ്മിപ്പിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ കെ രമാദേവി അധ്യക്ഷയായി. അനുശ്രീ അയ്യപ്പൻ, എൻ മിനി എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് ജാഗ്രതാ സമിതി ശാസ്ത്രീകരണ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരമാണ് പരിപാടി സംഘടിപ്പിച്ചത്. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് കെ സക്കരിയ അധ്യക്ഷത വഹിച്ചു. ICDS സൂപ്പർവൈസർ KR വൈദേഹി പദ്ധതി വിശദീകരണം നടത്തി. കില ജെൻഡർ RP അനിത ബാബുരാജ് ക്ലാസ് എടുത്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അൻസാമോൾ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മണി ഉല്ലാസൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് കൊച്ചുവീട്ടിൽ, കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്റർ അഞ്ജു സരീഷ്, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. ായിട്ടാണ് നമ്മൾ ആദ്യം തന്നെ പഞ്ചായത്ത് തലത്തിൽ ഈ ജാഗ്രതാ സമിതിയുടെ ഒരു ഏകദിന ശില്പശാല ഇവിടെ നടത്തുന്നത്. അപ്പൊ മെമ്പർമാരിൽ കൂടിയാണ് കൃത്യമായിട്ടും നല്ല രീതിയിൽ നമുക്കറിയാം കുട്ടികൾക്കും സ്ത്രീകൾക്കും ഒരുപാട് പ്രശ്നങ്ങളിൽ പുറത്തു പറയാൻ പറ്റാത്ത അവസ്ഥകളിൽ നമുക്കറിയാം. അപ്പൊ അതൊക്കെ നമുക്ക് തുറന്നു പറയാനായിട്ടുള്ളൊരു സംവിധാനം നമ്മുടെ പഞ്ചായത്തിലുണ്ട്. നിങ്ങൾക്കറിയാം നമ്മുടെ ഇതിൻ്റെ കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്റർ നമ്മുടെ അഞ്ചുകൂടി. പക്ഷെ അത് ഒരു പരിധി വരെയാകും. പക്ഷെ ഒന്നുകൂടി അത് ശക്തമായിട്ട് പഞ്ചായത്തിൻ്റെ വാർഡുകളിൽ കൃത്യമായിട്ട് അവിടെ നമ്മൾക്ക് ജാഗ്രതാ സമിതി കൂടുമ്പോൾ തന്നെ വക്കീലിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടായിരിക്കണം, ഒരു പോലീസിന്റെയും സാന്നിധ്യം ഉണ്ടായിരിക്കണം. ഇവിടെ കഴിഞ്ഞത് സംഘാടക സമിതിയുടെ ഗ്രാമപഞ്ചായത്ത് അതിലുണ്ടായിരുന്നു. അന്ന് പോലീസും വക്കീലും കൂടി വന്നിരുന്നു. അപ്പൊ തന്നെ ഞാൻ പോലീസിനോട് പറഞ്ഞിരുന്നു, വാർഡ് തലത്തിൽ ജാഗ്രതാ സമിതി കൂടുമ്പോൾ നമുക്ക് നിങ്ങളുടെ ഒരു സേവനം കൂടി നമുക്ക് ഒരു പ്രാതിനിധ്യം കൂടി നമ്മുടെ വാർഡിലുണ്ടായിരിക്കും. നമ്മുടെ ജാഗ്രതാ സമിതി വളരെ കൃത്യമായി പ്രവർത്തനം നമ്മൾ നടത്തുകയാണെങ്കിൽ ഇത്തരം പ്രതിസന്ധികൾ നമുക്ക് മുമ്പിൽ വരുമ്പോൾ നമ്മളവരെ വിളിച്ചു ചേർത്തുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പഠിച്ചുകൊണ്ട് ആ പ്രശ്നങ്ങൾക്ക് നമുക്ക് നമ്മുടെ പ്രദേശത്ത് നിന്ന് തന്നെ പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്ന ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് പിന്നീട് അത് വലിയ പ്രശ്നങ്ങളിലേക്കും അല്ലെങ്കിൽ ഒന്നിച്ചു ചേരാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് വളരെ വലുതായി പോകുന്നത് അത്തരത്തിൽ വലിയ വലിയ തലങ്ങളിലേക്ക് പോകുമ്പോഴാണ്. അപ്പൊ നമ്മുടെ ഒരു തലം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാദേശികമായിട്ട് വാർഡ് തലങ്ങളിൽ നമ്മൾ അതിൻ്റെതായ ഗൗരവത്തിലെടുത്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ അത് പരിഹരിക്കാൻ ഒരുപാട് മാർഗങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അപ്പൊ അത്തരം പരിഹാരങ്ങൾ കണ്ടെത്തി അത്തരം പ്രതിസന്ധികൾ അല്ലെങ്കിൽ കുട്ടികൾക്കെതിരായിട്ടായാലും സ്ത്രീകൾക്കെതിരായിട്ടായാലും അങ്ങനെ തുടരുന്ന അത്തരം കാര്യങ്ങളിൽ നമുക്ക് തന്നെ നമ്മുടെ പ്രദേശത്ത് നമ്മുടെ ജാഗ്രതാ സമിതി നമുക്ക് അറിയുന്ന നമുക്ക് കുടുംബങ്ങളെ അറിയാം, ആളുകളെ അറിയാം, ആ ആളുകളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് അതിനെ കൃത്യമായിട്ട് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ ഏറെക്കുറെ ഒരു 60% ഒക്കെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 75% പ്രശ്നങ്ങളും നമ്മുടെ വാർഡുകളിൽ തന്നെ പരിഹരിച്ചു പോകും. കേരള ജൈവ കർഷക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാതല ജൈവ കർഷക സംഗമം നടത്തി. കയ്പമംഗലം കൃഷി ഓഫീസർ MS സബീന ഉദ്ഘാടനം ചെയ്തു. ജൈവ കർഷക സമിതി ജില്ലാ പ്രസിഡന്റ് MC നിഷ അധ്യക്ഷത വഹിച്ചു. A പവിത്ര, മാധവ് ഗാഡ്ഗിൽ അനുസ്മരണം നടത്തി. ജൈവ കർഷക സമിതി സംസ്ഥാന സെക്രട്ടറി B സതീഷ് കുമാർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വിവിധ വിഷയങ്ങളിൽ അശോകൻ, PV വേലായുധൻ, PM ജെയിംസ് എന്നിവർ ക്ലാസ് എടുത്തു. അസിസ്റ്റന്റ് കൃഷി ഓഫീസർ വിനോദ് ചന്ദ്രൻ, സംഘാടക സമിതി ചെയർമാൻ MK ജിനൻ, കൺവീനർ MD സന്തോഷ് എന്നിവർ സംസാരിച്ചു. എന്താണ് പരിസ്ഥിതി എന്ന് ഒറ്റ വാക്കിൽ ഒരാൾക്ക് ഉത്തരം പറയാൻ കഴിയും. ആ പരിസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കിയാലേ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയും.
എന്താണ് പരിസ്ഥിതി എന്ന് ആരെങ്കിലും ഒറ്റ വാക്കിൽ പറയാൻ പറ്റും? കുട്ടികളോട് ഞാൻ ചോദിക്കുന്നത്, എന്താണ് പരിസരം എന്ന് പറഞ്ഞാൽ, എന്താണ് പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ ഒരു ജീവിയുടെ പരിസരമാണ്. ആ ജീവിയുടെ പരിസരത്തിലാണ് മറ്റ് ജീവജാലങ്ങളുമായിട്ട് നമുക്ക് ബന്ധപ്പെട്ടിട്ടാണ് നമുക്ക് ഒരു ജീവിക്ക് മാത്രമായിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. അത് തന്നെയാണ് ജൈവ വൈവിധ്യം, ബയോഡൈവേഴ്സിറ്റി ഈസ് ലൈഫ്. അപ്പം ഞാൻ തുടങ്ങി വന്നത് പറഞ്ഞു വരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ ഉണ്ടായിട്ടുണ്ട്. അത് പേര് എനിക്ക് കിട്ടിയില്ല. നമ്മൾ മണ്ണിൽ നമുക്കറിയാം സൂക്ഷ്മാണു ഉണ്ടെന്ന്, ഈ ഇരിക്കുന്ന എല്ലാവർക്കും അതാണ് അതിൻ്റെ പ്രാധാന്യം അറിയാം. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലുണ്ട്. ഉള്ളിലെ ആന്തരിക പരിസ്ഥിതി ഞാൻ കുട്ടികളോട് പറയും, നമ്മുടെ നിങ്ങളുടെയൊക്കെ ഉള്ളിൽ ഒരു കുട്ടിയുടെ പേര് വിളിച്ചിട്ട് പറയും, ഇന്ന കുട്ടിയുടെ ഉള്ളിൽ 500 കോടി ആൾക്കാർ താമസമുണ്ട്. അല്ല, വയറ്റിൽ അതിൻ്റെ ഇരട്ടി 1000 കോടി താമസമുണ്ട്. അപ്പോൾ അവർ പെട്ടെന്ന് ചിലപ്പോൾ നട്ടിപ്പോൾ ശാസ്ത്രം പഠിച്ച കുട്ടികൾക്ക് അറിയാം ബാക്ടീരിയ സൂക്ഷ്മജീവിയാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ രക്തത്തിലേക്ക് അലിയിച്ച് ചേർക്കുന്നത് ഈ ബാക്ടീരിയ. ചളിങ്ങാട് പ്രവാസി ട്രസ്റ്റിന്റെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് CPT ഉത്സവ് കലാ വ്യാപാര ഭക്ഷ്യമേളയ്ക്ക് തുടക്കമായി. ബെന്നി ബെഹനാൻ MP CPT ഉത്സവ് കലാ വ്യാപാര ഭക്ഷ്യമേള ഉദ്ഘാടനം ചെയ്തു. ബെന്നി ബെഹനാൻ MP PT ഉത്സവ് കലാ വ്യാപാര ഭക്ഷ്യമേള ഉദ്ഘാടനം ചെയ്തു. പ്രവാസി ട്രസ്റ്റാണ്. നമുക്കറിയാം, പ്രവാസികളുടെ എല്ലാ സാന്നിധ്യവും എല്ലാ സഹായവും അനുഗ്രഹീതമാവണ്ണം ഈ പ്രദേശത്തിന് എല്ലാ കാലഘട്ടത്തിലും ലഭിക്കുന്നുണ്ട്. പ്രവാസികൾ തന്നെ നമുക്കറിയാം, കേരളത്തിൻ്റെ സാമ്പത്തിക മേഖലയുടെ ചാലക ശക്തിയാണ് നമ്മുടെ പ്രവാസികൾ. ആ പ്രവാസികൾ നൽകുന്ന അവരുടെ സംഭാവന, അവരുടെ പണമാണ്, അവർ നൽകുന്ന സാമ്പത്തിക സഹായമാണ് കേരളത്തെ എപ്പോഴും മുന്നോട്ട് നയിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ബാങ്ക് ഡിപ്പോസിറ്റ് പരിശോധിച്ചാൽ നമുക്കറിയാം പ്രവാസികളുടേതാണ്. സാമ്പത്തികമായി അവർ നൽകുന്നു എന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ ഏതാവശ്യങ്ങൾക്കും നാടിൻ്റെ ഏതാവശ്യങ്ങൾക്കും ഒപ്പം നിൽക്കാൻ, കരുതൽ നൽകാൻ പ്രവാസി സമൂഹം എല്ലാ കാലഘട്ടത്തിലും തയ്യാറായിട്ടുണ്ട്. നാട് സന്തോഷിക്കുമ്പോൾ ആ സന്തോഷത്തോടൊപ്പം പങ്കുചേരാൻ, നാടിൻ്റെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്കൊരു കൈത്താങ്ങ് കൊടുക്കാൻ, സഹായം നൽകാൻ പ്രവാസികൾ കാണിക്കുന്ന അവരുടെ ആദരണീയമായ മനസ്സ് വളരെ വിലപ്പെട്ടതാണ്. എന്നൊക്കെ കേരളം പ്രതിസന്ധിയെ നേരിട്ടുണ്ട്. അത് കോവിഡ് ആണെങ്കിലും, അത് വെള്ളപ്പൊക്കമാണെങ്കിലും, അത് മണ്ണൊലിപ്പാണെങ്കിലും, മലയിടിച്ചിലാണെങ്കിലും, അവിടെയെല്ലാം ഒരുപക്ഷെ ഈ നാട്ടിൽ ജീവിക്കുന്ന ആളുകളെക്കാൾ മുമ്പ് സഹായഹസ്തവുമായി ഓടിയെത്തി അവരുടെ ദുഃഖത്തിലും സന്തോഷത്തിലുമൊക്കെ പങ്കുചേരാൻ കഴിയുന്ന വലിയൊരു മനസ്സാണ് പ്രവാസി. ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് PK നാസർ അധ്യക്ഷത വഹിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ മുഖ്യാതിഥിയായി. ഉത്സവമായിട്ടാണ് ഇന്നിവിടെ എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ വന്ന് കയറിയപ്പോൾ തന്നെ വനിതകളുടെ ഒരു വിങ് ശരിക്ക് പ്രവർത്തനം ഇവിടെയുണ്ട് എന്ന് എനിക്ക് തോന്നി. അതിൽ എല്ലാവർക്കും ഒരു അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഇവരുടെ ഒരു കൂട്ടായ്മ. കാരണം പല കൂട്ടായ്മകൾ ഉണ്ടെങ്കിലും നമ്മുടെ ചളിങ്ങാട് CPT ട്രസ്റ്റ് ഒരു വിങ്ങിനോടൊരു വലിയൊരു ബിഗ് സല്യൂട്ട് പറയുകയാണ് ഞാൻ. അവരുടെ ഒരു ഒത്തൊരുമ. ഇവിടെ ഞാൻ വന്ന് ചേർന്നപ്പോൾ അവരോട് ചോദിച്ചത്, നിങ്ങൾ എത്ര പേരാണ് ഇവിടെയുള്ളതെന്ന്. അപ്പോൾ പറഞ്ഞത് വനിതകളും പുരുഷന്മാരും കൂടി ഒരു 450 അംഗങ്ങൾ ഇതിലുണ്ട്. അതാണ് നിങ്ങളുടെ ഒരു ശക്തി. നമ്മൾ 3 ദിവസം നീണ്ടു നിൽക്കുന്ന നല്ല പരിപാടികൾ വെച്ചും കൊണ്ടാണ് നമ്മുടെ ചളിങ്ങാട് ഉത്സവം ആദരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എന്താണ്, നിങ്ങളുടെ ഒരു ശക്തമായൊരു കൂട്ടായ്മയാണ് ഈ സംഘടന. വാർഡ് മെമ്പർ സീന ഇസ്മായിൽ, CPT ഭാരവാഹികളായ TS മുസ്തഫ, PM റൌഫ്, PH മുജീബ്, PA സഗീർ, IA യൂനസ്, ആബിദ മജീദ്, ജുമൈല ഷാഹുൽ, സജന നിയാസ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ മക്കത്തെ മംഗല്യരാവ് എന്ന പാട്ടുപാടി വൈറലായ അനന്തജ്യോതിയെ ആദരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. മക്കത്തെ മംഗല്യരാവ്, ഖദീജയ്ക്കു കല്യാണ നാള്, മുഞ്ചുള്ള തേരിലങ്ങേറി എത്തിയല്ലോ മണിമാരൻ. മക്കത്തെ മംഗല്യരാവ്, ഖദീജയ്ക്കു കല്യാണ നാള്, മുഞ്ചുള്ള തേരിലങ്ങേറി എത്തിയല്ലോ മണിമാരൻ. അവിടമുത്തുമാലയിൽ
സർവേശൻ അനുഗ്രഹം ചൊരിയും ഇന്നേ സന്തോഷം പൂണ്ടതിയാവും വന്നേ സർവേശൻ അനുഗ്രഹം ചൊരിയും ഇന്നേ. കോടന്നൂർ താണിക്കമണയം സ്വദേശി ചിറയത്ത് വീട്ടിൽ ലോനപ്പൻ മകൻ ജോണി നിര്യാതനായി. 77 വയസ്സായിരുന്നു. സംസ്കാരം കോടന്നൂർ സെയിന്റ് ആന്റണീസ് പള്ളി സെമിത്തേരിയിൽ നടന്നു. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 14,540 രൂപ, പവന് 1,16,320 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ഹിന്ദുത്വം ലോകത്തിലെ ഏറ്റവും പൗരാണികമായ സാംസ്കാരിക ശരിയാണെന്ന് സീമ ജാഗരൺ മഞ്ച് ദേശീയ സംരക്ഷക് എ ഗോപാലകൃഷ്ണൻ. ചെയർപൈറ്റിഐ തെരഞ്ഞെടുപ്പിൽ ചെയർപൈറ്റിഐയിൽ മുഴുവൻ SFIക്ക് വൻ വിജയം. മത്സരിച്ച മുഴുവൻ സീറ്റിലും SFI വിജയിച്ചു. പെരുമ്പളിശ്ശേരി ചങ്ങരയിൽ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹത്തിന്റെ ഭാഗമായി 5ാം ദിവസം നടന്ന രുക്മിണി സ്വയംവര ഘോഷയാത്ര ഭക്തി നിർഭരമായി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.